ആണ് നീ യഥാർത്ഥ സ്വായിമായി മാറുന്നത്. നോമ്പുകാരനായി മാറണമെങ്കിൽ മോനെ നിന്റെ കണ്ണു നൽകിയ അധികാരി ആരാണ്? നിന്റെ കണ്ണ് നൽകിയ അധികാരി ആരാണ്? നിന്റെ കണ്ണിനേക്കാൾ മുമ്പേ നിന്റെ കേൾവിയാണ് പിറന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്. നിന്റെ കാഴ്ചയേക്കാൾ മുമ്പ് നിന്റെ കേൾവിയെയാണ് അല്ലാഹു തആല ഓപ്പൺ ചെയ്തു തന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ആ ക്രമം പാലിച്ചിട്ടുള്ളതെന്ന് മഹാന്മാര് പറയുന്നു. ഏതായാലും നിന്റെ കേൾവി മോനെ, നമ്മൾ ഇന്ന് FM റേഡിയോയുടെ അഡിക്റ്റുകളായി, വൃത്തികെട്ട സിനിമാ ഗാനങ്ങളുടെ അടിമകളായി, വാഹനത്തിലാകട്ടെ, വഴിയിലാകട്ടെ, ക്ലാസ്സിലാകട്ടെ, എവിടെയും നമ്മുടെ ചെവിയിലേക്ക് മദാലസ വൃത്തികളുടെ ദുരന്തജനകമായ ഗാനവീജികൾ അടിച്ചു കയറുമ്പോ ഈ കേൾവി തന്ന ഉടമസ്ഥനാരാണ് മോനെ? ഇതിന്റെ ഉടമസ്ഥനാരാ? ഈ ഒരു ചെവിയെക്കുറിച്ച് പഠിക്കാൻ എത്ര ബ്രാഞ്ചസ് ഓഫ് സയൻസുകളാണ്, എത്ര സ്പെഷ്യലിസ്റ്റുകളാണ്. ഈ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കാനുള്ള സ്പെഷ്യലിസ്റ്റുകൾ തീർന്നിട്ടില്ല. ഒരു ഭാഗത്ത് ENT, മറുഭാഗത്ത് കാർഡിയോളജിസ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, അതുപോലെ തന്നെ ന്യൂറോളജിസ്റ്റ്, ഓരോ വിഭാഗങ്ങളുമായി മനുഷ്യന്റെ ബോഡിയെ കുറിച്ച് ചികിത്സിക്കാനുള്ള, പഠിക്കാനുള്ള സ്പെഷ്യലിസ്റ്റുകൾ തീർന്നിട്ടില്ല. ഓരോ ദിവസവും ജനിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു തരാൻ, നിന്റെ കാതിന്റെ കേൾവി തിരിച്ചു തരാൻ അടിസ്ഥാനപരമായി ഒരു സയൻസും വളർന്നിട്ടില്ല. ഈ കേൾവി നിനക്ക് ഔദാര്യമായി നൽകിയ ഉടമയാരാണ്? സാധേ ഞാനിപ്പോ 5 ലക്ഷത്തിന്റെ ഒരു ബൈപ്പാസ് ഓർ മെയിൻ പാസ് ഏതോ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഹാർട്ടിന്റെ വാൽവിന്റെ വില അവൻ അറിയുന്നത്. അത് ഔദാര്യമായി നൽകിയ റബ്ബിനെ അപ്പോഴും അവൻ അറിയുന്നില്ല. രോഗം വരുമ്പോഴാണ് കണ്ണിന്റെ റെറ്റിനയുടെ മൂല്യമറിയുന്നത്, കോശങ്ങളുടെ മൂല്യമറിയുന്നത്. അത് മുഴുവനും ക്രമീകരിച്ചവൻ ആരാണെന്ന് ആലോചിക്കുന്നില്ല. നിന്റെ ചെവിയുടെ ഡയഫ്രത്തിന്റെ വിലയറിയുന്നത്, അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും കൃത്യമായ ക്രമീകരണം നടത്തിയ ലോകാധികാരിയായ അല്ലാഹുവിനെ അറിയാതെ പോയാൽ ഒഴുക്കി സാഗർ ഒഴുക്കി ജൽവാൻ ഒഴുക്കി ജൽ കാജ മദീന തുജേ സലാം. ലോകമാകമാനമുള്ള രഹസ്യ കലവറകളിലേക്ക് വിജ്ഞാനത്തിന്റെ പ്രസരണം കൊണ്ട് വിസരണം നടത്തിയ ലോകഗുരുവായ പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ വിളിക്കുന്നത് തഖ്വയിലേക്കാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും മാന്യനാരാണ്? ഏറ്റവും തഖ്വയുള്ള ആളാണ്. ഏറ്റവും തഖ്വയുള്ള ആളാരാണ്? അന അത്ഖാക്കും ബില്ലാഹ്, ഞാനാണ് ഏറ്റവും തഖ്വയുള്ളയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പോൾ ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും മാന്യനായ ബുദ്ധിരാക്ഷസന്മാരുടെയും വിചാരകോകിലങ്ങളുടെയും അകത്തളങ്ങളിൽ നിന്ന് ആധുനികതയുടെ മോഡേൺ വിചാരങ്ങളെ അതിജയിക്കുന്ന വിചാര വഴികളെ അടയാളപ്പെടുത്തി തന്ന നേതാവാണ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വർക്കലയിലെ സലീമിനെ ഷരീഫ് കൊല്ലുന്നത് മലയാള പത്രത്തിന്റെ ഭാഷയാണ്. മദ്യത്തിൽ ഉറക്കു ഗുളിക കലക്കി കൊടുത്തിട്ടാണ് പോൽ. എത്ര സാംസ്കാരിക വായനയാണ് അവിടെ നടക്കുന്നത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ അടുത്തിരുന്ന് പത്രം നോക്കുന്ന മുസ്ലിം സഹോദരൻ ടൈറ്റിൽ കണ്ടിട്ട് തലപ്പാവുള്ള എന്നെയാണ് ആദ്യം നോക്കുന്നത്. ഞാൻ ആ ന്യൂസ് പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്.
അപ്പൊ അവന്റെ മനസ്സിലൊരു വിചാരമുണ്ടാകാം, എടാ നിന്റെ സമുദായത്തിലെ ഒരു മുസ്ലിമല്ലേടാ മറ്റൊരാളെ ഇത്രയും ക്രൂരമായി ചെയ്തത്. കുഴിച്ചിട്ട കുഴിയുടെ അടുക്കൽ ചെല്ലുമ്പോഴും വെട്ടിയരിഞ്ഞിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഉറകൾ വലിച്ചെടുക്കുമ്പോഴും അവന്റെ മനസ്സിന് യാതൊരു ചലനവുമില്ല എന്ന മീഡിയകൾ പകർത്തി തരുമ്പോ, പ്രിയപ്പെട്ട സഹോദരാ, ആധുനിക മനുഷ്യന്റെ മാനസങ്ങൾ എവിടെയാണ് പണയം വെച്ചത്? അരുതാത്തത് കണ്ടതിന്റെ പേരിലാണ്, അരുതാത്തത് കേട്ടതിന്റെ പേരിലാണ്. അതാ കണ്ടില്ലയോ 10 വയസ്സുകാരനായ കൊച്ചുമോനെ, LKG പഠിക്കുന്ന കുഞ്ഞുമോളെയും കൊണ്ട് കുളക്കടവിലേക്ക് പോകാൻ നൽകിയ വിചാരം മാതാപിതാക്കളുടെ രാത്രിയുടെ നീല ചിത്രങ്ങളുടെ മിന്നിമറയലായിരുന്നു എന്ന് പത്രം എഴുതുമ്പോ ഇവിടെ അതൊന്നും നിരോധിക്കാൻ നിയമങ്ങളില്ലയോ? ആലോചിച്ചു പോവുകയാണ്. എന്തുകൊണ്ടൊരു സാംസ്കാരിക സ്റ്റേറ്റിനത് നിരോധിച്ചുകൂടാ? എന്തുകൊണ്ട് അത്തരം സൈറ്റുകളെ കൺട്രോൾ ചെയ്തുകൂടാ? എന്തുകൊണ്ട് അത്തരം പോർട്ടലുകൾ ഇല്ലായ്മ ചെയ്തുകൂടാ? ചിലപ്പോൾ കാണാം പുകവലി പാടില്ലെന്ന് പറയുന്ന ബോർഡിന്റെ താഴെ നിന്നാണ് പുകയുയരുന്നത്. വിരോധാഭാസമാണ്. മദ്യപാനം ഹാനികരമാണെന്നെഴുതിയ ബോർഡിന്റെ കീഴിലാണ് ക്യൂ കാണുന്നത്. ലോകത്തെ നിയമങ്ങളുടെ പ്രശ്നമാണത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരാ, ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെയും നിന്റെയും മനസ്സു വരേണ്ടത് എങ്ങോട്ടാണ്? സറാപാചമൻ ഹേ ദിയാറേ മദീന ദവാമാശന ഹേ ബഹാറേ മദീന. ലോകമാകമാനമുള്ള മാനസങ്ങളെ മോചനത്തിന്റെ മഹിത വഴിയിലൂടെ വരിഷ്ഠമായ വിചാരത്തിന്റെ വിശിഷ്ട വിഹായുസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഏക നേതാവായ ലോക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിലേക്ക് വരണം. ഇസ്ഹാഖ് മേം പോഷീദ ഹേ ഗോഹറേ നായാബ്. കാരണം മദീനയുടെ മണ്ണിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് മഹിതഭാവങ്ങളുടെ വിശിഷ്ട വിന്യാസം മാത്രമാണ്. കുടിച്ച മത്തന്മാരായ ഭരണാധികാരിയുടെ ചിത്രമല്ല, പിടികൂടിയ തോന്നിവാസിയുടെ ചിത്രമല്ല. മദീനയുടെ മണ്ണ് മാനസങ്ങളിലേക്ക് പകർത്തിയത് വിശുദ്ധിയുടെ അധ്യായങ്ങളെയാണ്. അതുകൊണ്ടാണ് മദീന ഇപ്പോഴും മുനവ്വറയാണ്, പ്രകാശത്തിന്റെ നഗരിയാണ് അൽ മദീനത്തുൽ മുനവ്വറ. കാരണം ആ മദീനയിൽ കിടക്കുന്നതാരാണ്? നൂറുനാലാനൂ, പ്രകാശത്തിന്റെ മേൽ പ്രഭാവമായ ലോകഗുരുവിന്റെ തലസ്ഥാനത്തോടാണ് മോനെ നോക്കേണ്ടത്. അപ്പൊ നീ തഖ്വയുള്ളവനായി മാറാനുള്ള പ്രാക്ടീസാണ് നിന്റെ ഈ റമളാൻ നീ ക്രമീകരിക്കേണ്ടത്. എങ്ങനെയാണ്? അതിലേക്കുള്ള വഴിയാണ് മോനെ റമളാനിന്റെ ക്രമീകരണം. അവ്വലുഹു റഹ്മ, അതിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ റഹ്മത്തിന്റെ 10 ദിവസങ്ങളാണ്. ആ റഹ്മത്തെന്ന് പറഞ്ഞാലോ, അല്ലാഹുവിന്റെ പ്രപഞ്ച വിശാലമല്ല, അല്ലാഹുവിന്റെ ലോകത്തെ മുഴുവനും അധികരിക്കുന്നതല്ല. നാളെ പരലോകത്ത് ഔദാര്യം ചെയ്യാനുള്ള 99% മേഴ്സിയും അല്ലാഹുവിന്റെ അധികാരത്തിൽ നാളേക്ക് മാറ്റിവെച്ചിട്ട് 1% കരുണ കൊണ്ടാണ് ലോകം മുഴുവനും കാരുണ്യം നിറച്ചത്. മാതാവ് കുട്ടിയോട് കാണിക്കുന്ന കരുണ, പിതാവ് പുത്രനോട് കാണിക്കുന്ന കാരുണ്യം, അതുപോലെ പാവപ്പെട്ടവരോട് പണക്കാര് കാണിക്കുന്ന കാരുണ്യം, തോന്നിവാസിയാകുമ്പോഴും അല്ലാഹു തആല ഇപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യം. എടാ, നീ അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ നടന്നിട്ടല്ലേ നീ കുടിച്ച് ആടിയത്? ഈ ഭൂമിയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. നീ നിന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാന്റെ നെഞ്ചത്ത് ചവിട്ടിയാല്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ നല്ല വസ്ത്രം ചവിട്ടി അഴുക്കാക്കിയാല്,
നിന്റെ വീട്ടിൽ എന്തെങ്കിലും കോലാഹലമുണ്ടാക്കിയാൽ നിന്നെ സ്നേഹിക്കുന്ന ഉമ്മ പോലും നിന്നെ വലിച്ചെറിയും. പക്ഷേ അള്ളാഹുവിന്റെ പൂർണ്ണാധികാരത്തിലുള്ള ഭൂമിയുടെ മേലെ നീ കുടിച്ച് നിലതെറ്റി നടക്കുമ്പോ മോനെ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാനും നിങ്ങളും താഴോട്ട് ആഴ്ന്നു പോകാത്തത്. അവന്റെ കരുണയാണത്. മാനമിടിഞ്ഞ് താഴേക്ക് വീഴാത്തത് അള്ളാഹുവിന്റെ കരുണയാണ്. മലകൾ ഇളകിയിട്ട് നമ്മളെ തിമർത്തു കളയാത്തത് അള്ളാഹുവിന്റെ കരുണയാണ്. മഴ പെയ്ത് നാം ഒലിച്ചു പോകാത്തത് പടച്ചവന്റെ കരുണയാണ്. പ്രളയം കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ഇല്ലായ്മ ചെയ്തതുപോലെ ആയി പോകാത്തത് ലോകാധികാരിയായ അല്ലാഹുവിന്റെ കരുണയാണ്. റഹ്മത്തുൽ ലിൽ ആലമീന്റെ പ്രാർത്ഥനയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ആ കാരുണ്യത്തെ നീ അറിയുന്നില്ല. വലൗ ശാഅ അല്ലാഹു ലജഅലഹും ഉമ്മതൻ വാഹിദതൻ വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വൽളാലിമൂന മാ ലഹും മിൻ വലിയ്യിൻ വലാ നസീർ. ലോകമാകമാനമുള്ള മാനവികത മുഴുവനും അരുതായ്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുമോ എന്നില്ലായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ടാണ് വലാകിൻ യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി, അല്ലാഹു തആല അവനിഷ്ടമുള്ളവനെ അവന്റെ കരുണയുടെ പ്രപഞ്ചത്തിലേക്ക് കൂട്ടിയതാണ്. വല്ലാലിമൂന മാ ലഹും മിൻ വലിയ്യിൻ വലാ നസീർ. അതിക്രമികൾക്കൊരു സഹായവും ലഭ്യമല്ല. മോനെ, നിനക്ക് നല്ല നാരങ്ങാ വെള്ളം, നല്ല നിർമ്മലമായ നല്ല പച്ചവെള്ളം ഒരു നിമിഷം എടുത്തു നോക്കു മോനെ, ഇതെന്തൊരു ഉൽപ്പന്നമാണ്, ഇതേത് കമ്പനിയുടെ നിർമ്മിതിയാണ്, ഇതേത് ഇക്വേഷന്റെ പ്രയോഗമാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി എന്ന് ഏതോ ശാസ്ത്രജ്ഞൻ വിളിച്ചു പറഞ്ഞതാണ്. നാളെ അത് മാറ്റി പറഞ്ഞാൽ അത് പഠിക്കേണ്ടവരാണ് നാം. പക്ഷേ ഇത് പടച്ചു തന്നതാരാണ്? ആ നല്ല പച്ചവെള്ളം കുടിക്കാൻ തന്ന റബ്ബ് അവന്റെ അധികാരം കൊണ്ട് നാളെ അത് മുഴുവനും ചീഞ്ചലമാക്കി മാറ്റിപ്പോയാൽ നിനക്കിവിടെ നിലനിൽപ്പുണ്ടോ മോനെ? ആഴിയുടെ നടുവിലെ കൊച്ചു തുരുത്തുകളാകുന്ന ദ്വീപ് സമൂഹങ്ങളിലേക്ക് ചെന്നാൽ 200 മീറ്റർ 100 മീറ്റർ അപ്പുറത്ത് കാണുന്ന കടലിൽ ഉപ്പാണ്. പക്ഷേ അവരുടെ തുരുത്തിൽ കുഴിക്കുമ്പോ കിട്ടുന്ന വെള്ളം നിർമ്മലമായ നല്ല വെള്ളമാണ്. ആരാണ് കടലിന്റെ നടുവിൽ, ഉപ്പ് കുമിഞ്ഞു കിടക്കുന്ന കടലിന്റെ നടുവിലെ ഒരു കൈവെള്ളയോളമുള്ള തുരുത്തുകളിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചവരാരാണ്? അവനാണ് റഹ്മത്തുൽ ലിൽ ആലമീന്റെ നേതാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവിന്റെ കരുണയാണ് നിനക്ക് കുടിക്കാനുള്ള വെള്ളം. നീ സന്ധ്യാസമയത്ത് തിരൂര് പാലത്തിന്റെ ചാഴത്തോ താനൂര് അങ്ങാടിയുടെ പിന്നാമ്പുറത്തോ മലപ്പുറത്ത് മുനിസിപ്പൽ ബിൽഡിങ്ങിന്റെ പിന്നാമ്പുറത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എവിടെയായാലും അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ സൗദിയിലോ ഖത്തറിലോ എവിടെയായാലും നിന്റെ കൈവെള്ളയിൽ പിടിച്ച കുപ്പി പൊട്ടിക്കുമ്പോ നിനക്ക് ശുദ്ധജലം തന്ന അല്ലാഹനെ മറന്നു പോയോടാ? നീ പരമധികാരിയാണ്. മാലഹു മിൻ വലിയ്യിൻ വലാ നസീർ. അവൻ ഇന്ന് കുടിക്കും, ഇന്ന് മതിക്കും, ഇന്നു രസിക്കും, നാളെ ഒടുങ്ങും. നാളെ അവൻ അല്ലാഹുവിന്റെ ശിക്ഷയുടെ പാത്രമായി മാറും. അവിടെ സഹായിക്കാൻ ക്ലബിൽ കൂടിയവരുണ്ടാവില്ല. അവിടെ സഹായിക്കാൻ സന്ധ്യാസമയത്ത് കമ്പനി അടിച്ചവനുണ്ടാവില്ല.
അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ നിന്നെ സന്ധിക്ക് വിളിച്ചു കൊണ്ടുപോയവനുണ്ടാവൂല. വീട്ടിൽ